വാർത്തകൾക്കിടയിൽ നിന്നും മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി കണ്ടെടുത്ത മാളു ഷെയ്ഖിയായിരുന്നു ജ്വാല പുരസ്കാരദാന ചടങ്ങിലെ താരം. ജീവിത ദുരിതത്തിൽ കരകാണാക്കടൽ നീന്തിക്കയറിയ 21-കാരിയെ സദസ് ഒന്നടങ്കം നെഞ്ചേറ്റുന്നതാണ് കണ്ടത്. തന്റെ സിവിൽ സർവീസ് സ്വപ്നം വേദിയിൽ പങ്കുവച്ച മാളുവിന് സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള എല്ലാ സഹായവും മമ്മൂട്ടി വാഗ്ദാനം ചെയ്തു. ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ ഉടൻ കൈമാറുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അച്ഛനും അമ്മയും വേർപിരിയുന്നത് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണേണ്ടി വന്നവൾ. കുട്ടിയായ ചേട്ടൻ അനാഥാലയത്തിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവൾ. 16-ാം വയസ്സിൽ പഠിപ്പ് മുടങ്ങിയപ്പോൾ പിന്നാലെ നിർബന്ധിത വിവാഹത്തിന് വഴങ്ങേണ്ടി വരുമെന്നായപ്പോൾ ആലുവാപ്പുഴയിൽ ചാടിമരിക്കാൻ തീരുമാനിച്ചവൾ. ആരോ പിന്തിരിപ്പിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് മടങ്ങി വന്നവൾ. പിന്നെ ഹോട്ടൽ ജോലിക്കാരി, ഓട്ടോറിക്ഷ ഡ്രൈവർ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവർ, കണ്ടെയ്നർ ഡ്രൈവർ, ഡ്രൈവിംഗ് പരിശീലക, ഇൻഷുറൻസ് അഡ്വൈസർ എന്നിങ്ങനെയൊക്കെ പണിയെടുത്തു. മാളുവിന്റെ ജീവിതം വരച്ചു കാട്ടുന്ന ഹ്രസ്വചിത്രം അങ്ങേയറ്റത്തെ വികാരവായ്പോടെ നിശബ്ദമായാണ് സദസ്സ് കണ്ടിരുന്നത്. തുടർന്ന് വേദിയിലെത്തിയ മാളുവിനെ സദസ്സും വേദിയും ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് വരവേറ്റു. നിറകണ്ണുകളോടെയാണ് മാളു പുരസ്കാരം ഏറ്റുവാങ്ങിയത്. തന്റെ IAS സ്വപ്നം പങ്കുവച്ച പെൺകുട്ടിയെ നിറഞ്ഞ കയ്യടിയോടെ സദസ്സും പിന്തുണച്ചു. ഒരു IAS ഓഫീസർ ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ നിന്ന് ഈ അവാർഡ് മേടിക്കുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുള്ളൂ. ഉടൻ കൈരളി TV MD ജോൺ ബ്രിട്ടാസിന്റെ പ്രഖ്യാപനമുണ്ടായി. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് വേണ്ടിയായിരുന്നു ആ പ്രഖ്യാപനം. മാളു ഷെയ്ഖയുടെ ഇനിയുള്ള പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ തുകയും മമ്മൂക്ക വഹിക്കുന്നു. 20 വയസ്സിനുള്ളിൽ 100 വർഷത്തെ ജീവിതാനുഭവങ്ങൾ അനുഭവിച്ച പെൺകുട്ടിയെന്നാണ് മാളുവിനെ മമ്മൂട്ടി വിശേഷിപ്പിച്ചത്. അവളെ രാജകുമാരിയെന്നും മലയാളത്തിന്റെ മഹാനടൻ വിളിച്ചു. ഷെയ്ഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ പറയുന്നത് ഷെയ്ഖിൻ്റെ സ്ത്രീലിംഗമാണ് ഷെയ്ഖ. അപ്പോൾ ഷെയ്ഖ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന രാജാവിനെയാണ്. രാജാവിൻ്റെ സ്ത്രീലിംഗം ഷെയ്ഖ എന്ന് പറഞ്ഞാൽ രാജകുമാരിയാണ്. മാളു രാജകുമാരിയാണ് ഷെയ്ഖ. ചടങ്ങ് അവസാനിച്ച ശേഷം മാളുവിന് അഭിനന്ദനവുമായി ഒട്ടേറെ പേർ ചുറ്റും കൂടി. സദസ്സിലുണ്ടായിരുന്ന ചില വ്യവസായ പ്രമുഖർ മാളുവിന് സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.